Hello everyone! Let's talk about this essay titled A Nice Cup of Tea, written by very famous essayist, poet, and critical writer, a novelist, George Orwell. In this essay, he talks about how to make a perfect, nice cup of tea. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ചായ ഉണ്ടാക്കുന്നതിൽ ഇത് എന്താ ഇത്ര ഞങ്ങൾ പറയാനുള്ള ഒരു എസ്സേ എഴുതാനും വേണ്ടി മാത്രം അതിനകത്ത് എന്താ ഉള്ളത്? പക്ഷേ ഉണ്ട്. ഇത്ര സിമ്പിൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിൽ പോലും വളരെയധികം ഡീറ്റെയിലിംഗ് ഉണ്ട്. ആ ഡീറ്റെയിൽസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ചായ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ചായ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോപ്പായിട്ട് മാറും. അപ്പം ഹൗ ടു മേക്ക് എ പെർഫെക്റ്റ് കപ്പ് ഓഫ് ടീ എന്നുള്ളതാണ് നമ്മളുടെ ഇന്ന് പഠിക്കാൻ പോകുന്ന എസ്സേയുടെ തീം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. എസ്സേയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജോർജ് ഓർവെൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ബുക്സ് നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലൊരു ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് കിട്ടുന്നോ അതെടുത്തൊന്ന് നോക്കിയേ, അതിനകത്ത് എവിടെയെങ്കിലും ഹൗ ടു മേക്ക് ടീ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ടീ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് കൂടുതൽ ആരും ഡിസ്കസ് ചെയ്യാറില്ല എന്നാണ് നമ്മളുടെ മൈൻഡിൽ തന്നെ എ നൈസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന എസ്സേ പറ്റി പറഞ്ഞപ്പം നമ്മളുടെ മൈൻഡിൽ വന്നത്. അതുപോലെ തന്നെയായിരിക്കാം മേ ബി ഈ കുക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്തവരുടെ മനസ്സിലും വന്നത്. ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറയാനായിട്ട് എന്തിരിക്കുന്നു, അത് വളരെ സിമ്പിളായിട്ടുള്ള സില്ലി ആയിട്ടുള്ളൊരു കാര്യമല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പല കൺട്രീസിലും ലൈക്ക് അയർലൻഡ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇവിടെയെല്ലാം കൾച്ചറലി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫുഡ് ഐറ്റമാണ്, ഒരു ബെവറേജാണ് ടീ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആയിട്ട് പോലും ടീയെ പറ്റിയിട്ട് യാതൊരുവിധ കുക്കിംഗ് ബുക്സിലും മെൻഷൻ ചെയ്യുന്നില്ല. വൈ? അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ, എ പെർഫെക്റ്റ് കപ്പ് ഓഫ് ടീ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് കപ്പ് ഓഫ് ടീ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഒരു 10-11 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഇതിനകത്തുള്ള 1-2 പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷേ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, ഇപ്പം റീഡേഴ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരത്തില്ല. പക്ഷേ ഇതാണ്, ദിസ് ഈസ് ഹൗ ഐ മേക്ക് എ കപ്പ് ഓഫ് ടീ. ഇനി ആ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യൻ അല്ലെങ്കിൽ സിലോണീസ് ടീ ആണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ചൈനീസ് ടീ എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. അത് വേണമെങ്കിൽ പാൽ ഉപയോഗിക്കാണ്ട് നമുക്ക് ആ ടീ ഉണ്ടാക്കാം, നല്ലതാണ്. പക്ഷേ അതിന് ഒരു സ്റ്റിമുലേഷൻ കിട്ടത്തില്ല. നമുക്ക് സ്ട്രെങ്ത് തരുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചൈനീസ് ടീക്കകത്ത് കിട്ടുന്നില്ല. ആലോചിച്ച് നോക്കി, എ നൈസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുമ്പോഴേ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സംതിങ് ദാറ്റ് ഗിവ്സ് എ സ്ട്രെങ്ത്. ആ ഒരു സ്റ്റിമുലേഷൻ തരുന്ന എന്തോ ഒരു കാര്യമാണ് എ നൈസ് കപ്പ് ഓഫ് ടീ. നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടിരിക്കുമ്പം ചായയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു നല്ലൊരു കപ്പ് ഓഫ് ടീ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ആ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്ന ആ പ്രോസസ്സാണ് ആ ചായ കുടിക്കുന്നതിലൂടെ, ആ കൺസംഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ചായയാണ് നമുക്ക് വേണ്ടുന്നത്. അല്ലാതെ ചുമ്മാ കുടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കുക, ഡ്രിങ്കിങ് ഫോർ ദ സേക്ക് ഓഫ് ഡ്രിങ്കിങ് എന്നുള്ള രീതിയിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് ടീയെ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. നമുക്ക് മൊത്തത്തിലൊരു ഇൻവിഗറേറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ, അതായത് ഉത്സാഹം തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ളൊരു എഫക്റ്റ് കിട്ടാനായിട്ട് എന്തുകൊണ്ടും നല്ലത്, എ നൈസ് കപ്പ് ഓഫ് ടീ എന്ന് പറയുന്നതിന് എന്തുകൊണ്ടും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീ തന്നെയാണ്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഓൺലി യൂസ് എ ടീ പോട്ട്. ഒരു ടീ പോട്ടിനകത്ത് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നിങ്ങൾ ചായ ഉണ്ടാക്കാവൂ. വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് അതിൻ്റെ ക്വാളിറ്റിയാണ് നശിപ്പിക്കുന്നത്. വലിയ വലിയ ഏൺസിനകത്തോ അല്ലെങ്കിൽ കോൾഡ്രൺസിനകത്തോ, അതായത് വലിയ കുടത്തിനകത്തോ അണ്ടാവിനകത്തോ ഒക്കെ നിങ്ങൾ ചായ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസെൻസ് അതിലേക്ക് ഇറങ്ങുന്നില്ല. അതിൻ്റെ ഫ്ലേവേഴ്സ് ഇല്ലാണ്ട് വെറും ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് മാത്രം നമുക്ക് തരുന്നത് എന്തോ ഒരു ലിക്വിഡ് മാത്രമായി പോവും ടീ എന്ന് പറയുന്നത്. അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു ആർ മേക്കിംഗ് ടീ ഇൻ എ വെരി സ്മോൾ ക്വാണ്ടിറ്റി ഇൻ എ ടീ പോട്ട്. ഓൾസോ ടീ പോട്ടും പലതരത്തിലാണ് കിട്ടുന്നത്. ചൈന സെറ്റോ അല്ലെങ്കിൽ എർത്ത് ആൻഡ് വെയർ വെച്ചുണ്ടാക്കിയതോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നല്ലത്.
സിൽവർ പോലുള്ള മെറ്റലോ അല്ലെങ്കിൽ ഇനാമലോ ഇതൊക്കെ വെച്ചുണ്ടാക്കുന്ന ടീപോട്ട്സിലാണ് നിങ്ങൾ ചായ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് അതിൻ്റെ ടേസ്റ്റിനെയും അതിൻ്റെ ഫ്ലേവറിനെയൊക്കെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ചൈന സെറ്റോ ഏർത്ത് ആൻഡ് വെയറിനകത്തൊക്കെ ഉണ്ടാക്കുന്നത്, കളിമണ്ണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചൈന ക്ലേയോ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ കളിമണ്ണൊക്കെ വെച്ചുണ്ടാക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ടീപോട്ടാണ് പ്രിഫർ ചെയ്യേണ്ടത്. അവൈലബിലിറ്റീനെ പറ്റിയിട്ട് പറയുമ്പോൾ വളരെ റെയർ ആയിട്ട് കിട്ടുന്നതാണെങ്കിലും പ്യൂറ്റർ ടീപോട്ട്സും വളരെ നല്ലതാണ്. ഓട്ടുപാത്രം പോലുള്ള കാര്യങ്ങളും വളരെ നല്ലത് തന്നെയാണ്, അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനാമലും സിൽവറും ഒക്കെയാണ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. മൂന്നാമത്തെ റൂള് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായ ഉണ്ടാക്കുന്നതിന് മുൻപേ തന്നെ ടീപോട്ട് ഒന്ന് ചൂടാക്കി വെക്കണം. ചൂടാക്കി വെക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചൂടാക്കി വെച്ചാൽ മാത്രമേ അതിൻ്റെ ടെമ്പറേച്ചർ, ടീയുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ആ ബ്രൂയിങ് പ്രോസസ്സിനകത്ത് അത് എഫക്റ്റീവായിട്ട് മാറുള്ളൂ. എങ്ങനെയാണ് അത് വാം ആക്കേണ്ടത്? അങ്ങനെ 2 സ്റ്റൈൽസ് ഉണ്ട്. ഇതിനകത്ത് ജോർജ് ഓർവെൽ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് ചൂടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അല്ലാതെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ചൂട് വെള്ളം വെച്ചിട്ട് ഇങ്ങനെ റിൻസ് ചെയ്ത് വിടും. ടീപോട്ടിനെ ചൂട് വെള്ളം ഒഴിച്ച് വെക്കുന്നതാണ്. അത് അത്രയ്ക്ക് കറക്റ്റായിട്ടുള്ളൊരു പ്രോസസ്സല്ല. അത് ഇരുന്ന് ചൂടാവുന്ന സ്റ്റൗ ടോപ്പിൽ ഇരുന്ന് അത് ചൂടായി വരുമ്പോഴേ അതിൻ്റെ എസെൻസ് കറക്റ്റായിട്ട് ടീയുടെ ആ എസെൻസ് നമുക്ക് കിട്ടാൻ പോകണുള്ളൂ. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഫോർത്ത് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ഇസ് ടീ ഷുഡ് ബി സ്ട്രോങ്. നമുക്ക് അറിയാവുന്ന പലരും കാണും നല്ല കടുപ്പത്തിലുള്ള ഭയങ്കര കളറായിട്ടുള്ള ഡാർക്ക് കളറുള്ള ചായയൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. അവർക്ക് ആ ടീ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അവർക്ക് സ്ട്രെങ്ത് കിട്ടൂ എന്നുള്ള രീതിയിലാണ് അവർ കുടിക്കുന്നത്. ജോർജ് ഓർവെലും ഈ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. ഇൻ ഓർഡർ ടു മേക്ക് എ പെർഫെക്റ്റ് കപ്പ് ഓഫ് ടീ യു ഷുഡ് ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഓൾവേസ് യൂസ് 6 ഹീപ്ഡ് ടീസ്പൂൺ ഓഫ് ടീ. 6 ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുന്ന രീതിയിലുള്ള ടീസ്പൂൺ ഫുൾ ഓഫ് ടീ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അത് വെച്ചിട്ടാണ് നിങ്ങൾ ടീ ഉണ്ടാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു ക്വാർട്ടർ സൈസ്ഡ് പോട്ടിനകത്ത് ടീ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ 6 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ള ടീ വേണം എടുക്കാൻ. അപ്പം അത്രയും ക്വാണ്ടിറ്റിയിലുള്ള ടീ പൗഡർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടീ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത്രയും സ്ട്രോങ് ആയിരിക്കണം ടീ എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ജോർജ് ഓർവെൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഡെയിലി ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് കാണും, ഡെയിലി 2 നേരമൊക്കെ ചായ കുടിക്കുന്ന ആൾക്കാർ കാണും. അവർക്ക് ഇക്കണോമിക്കലി പോസിബിൾ ആണോ ഈ 6 ടീസ്പൂൺ ഡെയിലി, രാവിലെ 6 ടീസ്പൂൺ വൈകിട്ട് 6 ടീസ്പൂൺ എന്ന് പറഞ്ഞ് കുടിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നല്ലതല്ല. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളവർക്ക് ഓക്കെ, അല്ലാണ്ട് ഉള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കാം. വളരെ കുറച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് കുറച്ചാണ് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് നിങ്ങൾക്കെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ 20 കപ്പ് ഓഫ് ടീ, വളരെ വീക്കായിട്ടുള്ള ഈ അധികം ഒന്നും ടീ ഉപയോഗിക്കാണ്ട് 20 കപ്പ് ഓഫ് ടീ ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ അങ്ങ് കുടിക്കുവാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ ബെറ്ററാണ് 2 ദിവസം ചായ കുടിച്ചില്ലെങ്കിൽ കുടിച്ചില്ലെന്നേ ഉള്ളൂ. ആ കുടിക്കുന്ന ചായ ഇതേപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ എഫക്റ്റ് കാണും. നിങ്ങളെന്തിനാ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് 20 ഈ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നിങ്ങളെന്തിനാ വീക്കായിട്ടുള്ള ചായ കുടിക്കുന്നത്? നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ളത് ഒരൊറ്റ ഒരെണ്ണം കുടിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് അവിടെ കാണും. അങ്ങനെയാണ് ജോർജ് ഓർവെൽ പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റേഷനിങ് സിസ്റ്റത്തിനെ ക്ലോസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് പലതും അറിയാനായിട്ട് സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലല്ല പറയുന്നത്. റേഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലെ കോണ്ടെക്സ്റ്റാണ് ഇവിടെ വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. സോ വെസ്റ്റേൺ കൺട്രീസിൽ മെയിനായിട്ടുള്ള പ്രൊവിഷൻസ് ഇപ്പം ടീ പോലുള്ള കാര്യങ്ങളും റേഷനിങ് സിസ്റ്റത്തിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സോ അവർക്ക് കിട്ടുന്നത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യമാണിപ്പം ജോർജ് ഓർവെൽ പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ടീ ലവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുമ്പം അവരുടെ ടീ എന്ന് പറയുന്നതും സ്ട്രോങ്ങർ ആയിക്കൊണ്ടേയിരിക്കും. അവർക്കിങ്ങനെ കടുപ്പം കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റേഷനിങ് സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ടീയുടെ ക്വാണ്ടിറ്റി കൂടുതലാവുന്നത്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെയിനേഴ്സോ അല്ലെങ്കിൽ മസ്ലിൻ ബാഗ്സോ അതുപോലത്തെ യാതൊരുവിധ ഫിൽറ്ററിംഗ് ഡിവൈസസോ യൂസ് ചെയ്ത് ടീയുടെ എസെൻസ് നിങ്ങൾ നശിപ്പിച്ച് കളയരുത്. ടീ എന്ന് പറയുന്ന കാര്യം ഡയറക്റ്റ് ആയിട്ട് പോട്ടിൽ നിന്ന് സെർവ് ചെയ്ത് കുടിക്കാനുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫിൽറ്ററിംഗ് ഡിവൈസസ് വന്നു കഴിഞ്ഞാൽ ആ ടീ ലീവ്സ് അതിൻ്റെ എസെൻസ് വരുന്ന സാധനങ്ങളും എല്ലാം ഇങ്ങനെ ഫിൽറ്റർ ഔട്ട് ആയിട്ടങ്ങ് പൊക്കോളും. അങ്ങനെ പോവരുത്. കാരണം അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നതാണ് ഈ ടീ ലീഫ് എന്ന് പറഞ്ഞാൽ.
ഈ ടീ ലീഫ് കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞിട്ടോ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ, ഓവർ യൂസ് അല്ല, അത് കറക്റ്റായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിൽ കൺസ്യൂം ചെയ്തെന്ന് പറഞ്ഞ് മനുഷ്യനൊന്നും യാതൊരുവിധ പ്രശ്നവും വരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഫിൽറ്ററിംഗ് ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടീയുടെ യഥാർത്ഥത്തിലുള്ള സ്വാദ് എന്തെന്ന് നിങ്ങൾ അറിയാതെ പോകും. ഇനി 6ാമത്തെ റൂള്, ഒരു കാരണവശാലും കെറ്റിൽ ടീപോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ കെറ്റിൽ ടീപോട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ആ ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും, അതിങ്ങനെ തണുത്ത് പോകും. പക്ഷേ ടീപോട്ട് കെറ്റിലിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ കെറ്റിൽ നിന്ന് ആ ചൂട് ചായ അതുപോലെ തന്നെ ടീപോട്ടിലേക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പം ആ ഒരു കുറച്ച് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിന്ന് പോലും ആ ചൂട് നഷ്ടപ്പെടരുത്, അതിൻ്റെ എസെൻസ് നഷ്ടപ്പെടരുത് എന്നാണ് ജോർജ് ഓർവെലിൻ്റെ പക്ഷം. കെറ്റിൽ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയത്ത്, ബോയിലിംഗ് വാട്ടർ ആണ് കെറ്റിൽ ഇരിക്കുന്ന ആ ഒരു സമയത്താണ് ടീ ലീവ്സ് അതിനുള്ളിലേക്ക് ഇടുന്നത്. ടീ ലീവ്സ് അതിനുള്ളിലേക്ക് ഇടുന്ന ആ വെരി മൊമെൻറ്റിൽ നിന്ന് തന്നെ അതിൽ നിന്നുള്ള എസെൻസ് അതിലേക്ക് ഇറങ്ങണം. അതാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ചിലർ പറയും ഫ്രഷ്ലി ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ മാത്രമേ യൂസ് ചെയ്യാവൂ, പഴകിയതൊന്നും യൂസ് ചെയ്യരുത് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടെന്നൊന്നും ജോർജ് വെല്ലിന് ഇതുവരെ പോയിൻ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഏത് ടൈപ്പ് ഓഫ് വാട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. 7ാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം അതിനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റിർ ചെയ്യണം, ഒന്ന് കലക്കി കൊടുക്കണം. കാരണം അങ്ങനെ കലക്കി ഇലകൾ എല്ലായിടത്തും എത്തി അതൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫ്ലേവർ ടീയിലേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പം സ്റ്റിറിങ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. 8th point is always use a cylindrical cup. സിലിണ്ട്രിക്കൽ കപ്പ്, ബ്രേക്ക്ഫാസ്റ്റ് കപ്പ് എന്നാണ് പറയുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കപ്പാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ വളരെ പരന്നൊരു കപ്പാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ, ആ ചായ ആ കപ്പിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും അത് ഇപ്പം നമ്മൾ ചൂടായ സാധനം തണുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അങ്ങനെയല്ലേ, ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തണുത്തു പോകും. പക്ഷേ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിനകത്തുള്ള നാരോ സ്പേസ്ഡ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ ചൂട് കുറച്ച് നേരത്തേക്ക് നിൽക്കും. അപ്പം തണുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സർഫസിലേക്ക് ഇത് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചായയുടെ ചൂട് നിലനിർത്താനും അതിൻ്റെ എസെൻസ് ഇറങ്ങിക്കൊണ്ടേയിരിക്കാനും എപ്പോഴും സിലിണ്ട്രിക്കൽ ഷേപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് കപ്പിനകത്ത് മാത്രമേ ചായ സെർവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കുറച്ചും കൂടെ ക്ലീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫ്ലേവർ നമുക്ക് കിട്ടാനായിട്ട് എപ്പോഴും കീപ് വൺ തിങ് ഇൻ യുവർ മൈൻഡ്. നമ്മൾ ഉപയോഗിക്കുന്ന മിൽക്കിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ക്രീം എടുത്ത് കളയണം. ആ ക്രീം എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു ചായ നമുക്ക് കിട്ടത്തുള്ളൂ. ഇൻ ഓർഡർ ടു പ്രിപ്പയർ എ നൈസ് കപ്പ് ഓഫ് ടീ യു ഹാവ് ടു റിമൂവ് ദാറ്റ് ക്രീം ഫ്രം ദാറ്റ് മിൽക്കിൽ നിന്ന് ആ ക്രീം എടുത്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രീമോട് കൂടിയ ചായയാണ് നമ്മൾ കുടിക്കുന്നതെങ്കിൽ ഒരു സിക്ലി ഫീലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തോ ഒരു വശപ്പശക, ആ ചായ അത്രയ്ക്ക് അങ്ങോട്ടും കൊള്ളത്തില്ല എന്നുള്ള ഫീലാണ് നമുക്ക് കിട്ടുന്നത്. സോ ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് ആ ക്രീം നമ്മൾ റിമൂവ് ചെയ്യണം. 10ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ടീ മിൽക്കിലേക്കാണോ മിൽക്ക് ടീയിലേക്കാണോ ഒഴിക്കേണ്ടത്? അതൊരു ക്വസ്റ്റ്യനാണ്. ബ്രിട്ടനിൽ തന്നെ 2 ടൈപ്പ് ഓഫ് തോട്ട് ഉണ്ട്. ചിലർ പറയുന്നു ടീ ആണ് മിൽക്കിലേക്ക് ഒഴിക്കേണ്ടത്, ചിലർ പറയുന്നു മിൽക്കാണ് ടീയിലേക്ക് ഒഴിക്കേണ്ടത്. ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം ജോർജ് ഓർവെൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ എപ്പോഴും ടീ ആയിരിക്കണം ആദ്യം ഒഴിക്കേണ്ടത്, അതിനുശേഷം മാത്രമാണ് മിൽക്ക് ഒഴിക്കേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ടീയുടെ മുകളിലേക്ക് മിൽക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ടുള്ള എമൗണ്ടിലാണോ കാര്യങ്ങൾ കിടക്കുന്നത്, അതിൻ്റെ മിക്സ്ചർ കറക്റ്റ് ആയോണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആദ്യമേ ടീ പിന്നീട് മിൽക്ക്. ആൻഡ് 11th റൂൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും മെജോറിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റൂളാണ്. ടീ ഷുഡ് ബി കൺസ്യൂംഡ് വിത്തൗട്ട് ആഡിങ് ഷുഗർ ഇല്ലാണ്ട് വേണം ചായ കുടിക്കാൻ. കാരണം ഷുഗർ ഇട്ടിട്ട് നിങ്ങൾ ചായ കുടിക്കുവാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ടേസ്റ്റ് ഫ്ലേവർ എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ആയിരിക്കും, അല്ലാതെ ടീയുടെ അല്ല. നിങ്ങൾ ഒരു ദിവസം ടീ ഷുഗർ ഇല്ലാണ്ട് കുടിച്ച് നോക്കുക. ഞാൻ പറയുന്നതല്ല, ഓർവെൽ പറയുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം ടീ വിത്തൗട്ട് ഷുഗർ ഒന്ന് കുടിച്ച് നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ടീയുടെ ഫ്ലേവർ. അത് കുടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ തിരിച്ച് ഷുഗർ അതിനകത്ത് ആഡ് ചെയ്യത്തില്ല. ടീ ബിയർ പോലെയാണ്.
കുറച്ച് ബിറ്റർ ടേസ്റ്റാണ് ടീക്ക്. അത് അങ്ങനെയാണ് കുടിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ടീക്കകത്ത് കുറച്ച് സോൾട്ട് അല്ലെങ്കിൽ കുറച്ച് പെപ്പർ ഇട്ടിട്ട് കുടിക്കുവാണ്, നിങ്ങൾക്ക് എന്തോ പോലെ ഫീൽ ചെയ്യുന്നില്ലേ? നിങ്ങൾക്കത് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഷുഗർ ആഡ് ചെയ്തിട്ട് കഴിക്കുന്നതും. അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് അല്ല നിങ്ങൾ അറിയുന്നത്. നിങ്ങൾക്ക് അതിലും നല്ലത് നിങ്ങൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് ഷുഗർ ഇട്ടിട്ട് കലക്കി കുടിക്കുന്നതാണ്. അല്ലാണ്ട് ടീക്കകത്ത് ഷുഗർ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ മാത്രമാണ് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടീ അല്ല. പറഞ്ഞു വരുമ്പം ടീ ഉണ്ടാക്കുന്നത് മാത്രമല്ല, ടീ കുടിക്കുന്നതിനെ പറ്റിയിട്ടും വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പല പല ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ എറ്റിക്കറ്റിൻ്റെ ഭാഗമായിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൾഗർ ടു ഡ്രിങ്ക് ടീ ഫ്രം എ സോസർ. സോസറിലൊഴിച്ച്, കപ്പിലല്ലാണ്ട് സോസറിലൊഴിച്ചാണ് നിങ്ങൾ ടീ കുടിക്കുന്നതെങ്കിൽ അത് മാന്യമായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യമല്ല. ഓർമ്മയുണ്ടോ, ഗജനിക്കകത്ത് സഞ്ജയ് രാമസ്വാമി ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഈ സോസറിനകത്ത് ഒഴിച്ചു കുടിക്കുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നത്? എക്സാക്ട്ലി ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു സോഷ്യൽ സ്റ്റാൻഡേർഡ്, ആ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ചേർന്നൊരു കാര്യമല്ല സോസറിൽ ഒഴിച്ച് കുടിക്കുന്നത്. പിന്നീട് പറയാനുള്ളത്, ടീ ലീവ്സിൻ്റെ വേരിയസ് യൂസ് ഉണ്ട്. ഫോർച്യൂൺ ടെല്ലേഴ്സും അതുപോലെ തന്നെ ബേൺസ് ഒക്കെ വന്ന് അത് ഹീൽ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത് ടീ ലീവ്സ് ആണ്. ഇതിനെ പറ്റിയിട്ടൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ വളരെ സില്ലിയാണെന്ന് പറയുന്നെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ടീ ലീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ റൂൾ ബൈ റൂൾ ആയിട്ട് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് റേഷനായിട്ട് കിട്ടുന്ന ഓരോ ടീ ലീഫും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തുകൊണ്ട് തന്നെ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ എസൻസ് ഫുള്ള് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റൂൾസ് കൊടുക്കുന്നത്. ചുമ്മാ നമുക്ക് കുറേ ടീ ലീവ്സ് കിട്ടി, അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും വീക്കായിട്ടൊരു ടീ കുടിക്കുക എന്നുള്ളത് അല്ല നമ്മളുടെ എയിം എന്ന് പറയുന്നത്. നമ്മൾ എന്തുണ്ടാക്കുന്നോ അതിന് അത് എഫക്റ്റീവായിട്ടുള്ള ക്വാളിറ്റി ഉള്ള സാധനമായിട്ട് മാറണം. അപ്പോൾ അത്രയേ ഉള്ളൂ എസ്സേ. താങ്ക് യു.